Welcome back to another video of Juras Commerce, BCom BBA, fourth semester, Entrepreneurship Development സബ്ജക്റ്റിലെ കംപ്ലീറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ കൃത്യമായി പഠിച്ച് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 25ഓളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ പാസ് മാർക്കിലും അധികം 20 ഇന്റേണൽ കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 15-16 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അതിനേക്കാൾ അധികം മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 2 മാർക്ക് സെക്ഷനിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാം. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും ഷോർട്ടായിട്ടും നമുക്ക് ഓരോ 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം തന്നെ ഓൺട്രപ്രണർ ആരാണ്? ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു സെറ്റ് അപ്പ് എ ബിസിനസ്, അല്ലെങ്കിൽ ഹു സ്റ്റാർട്ട് ആൻഡ് ഓൺ റൺ എ ബിസിനസ്. അതായത് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യുന്ന വ്യക്തിയെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു സെറ്റ് അപ്പ് ബിസിനസ്, അതിലുണ്ട് ഓൺട്രപ്രണറുടെ മീനിങ്. ദെൻ അടുത്തതാണ് പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ. ഹു ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു സൈമിൾട്ടേനിയസ്ലി ഓൺസ് ആൻഡ് മാനേജ് മൾട്ടിപ്പിൾ ബിസിനസ്. ഒന്നിലധികം ബിസിനസ് ഓൺ ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളെയാണ് പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു സൈമിൾട്ടേനിയസ്ലി ഓൺസ് ആൻഡ് മാനേജ് മൾട്ടിപ്പിൾ ബിസിനസ്. ഒരേ സമയത്ത് ഒന്നിലധികം ബിസിനസ് ഓൺ ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ. അടുത്തതാണ് ബിസിനസ് ഓൺട്രപ്രണർ. ഹീസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഫോക്കസസ് ഓൺ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് വെഞ്ചർ. ഒരു പുതിയ ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൺട്രപ്രണറെയാണ് ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രേഡിംഗ് ഓൺട്രപ്രണർ. ട്രേഡിംഗ് ഓൺട്രപ്രണർ ഈസ് എ ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള ഓൺട്രപ്രണറെയാണ് നമ്മൾ ട്രേഡിംഗ്, ആ പേരിൽ തന്നെ ഉണ്ട്. പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിസിനസ് മാനേജ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നയാൾ. ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളെയാണ് ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആളാണ് ട്രേഡിംഗ് ഓൺട്രപ്രണർ. ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആളാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ. കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ് മാനേജ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ആളെയാണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആളാണ്, ആ പേരിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആളെയാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അതായത് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്സ്മാൻ ടൈപ്പ് ഓൺട്രപ്രണറെയാണ് ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്റ്റുമായിട്ട് കൺസേൺ ചെയ്യാത്ത, റിലേറ്റ് ചെയ്യാത്ത ആളുകളെയാണ് നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷണൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപാട് ലോങ് പീരീഡിലേക്ക് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പിനെ ഒരു ബിസിനസ് ആയിട്ട് കണ്ടുപോകുന്ന ആളാണ് പ്രൊഫഷണൽ ഓൺട്രപ്രണർ. പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസ് സ്വന്തം കഴിവിലും പെർഫോമൻസിലും വിശ്വസിച്ച് ചെയ്യുന്ന ആളാണ് പ്യുവർ ഓൺട്രപ്രണർ. ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഓൺട്രപ്രണർഷിപ്പ് ചെയ്യുന്ന ആളെയാണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ എന്ന സ്വന്തം കഴിവില് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കില്ലില് കോൺഫിഡൻസ് ഉള്ള ആളാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ സ്വന്തം ടാലന്റിൽ വിശ്വാസം അർപ്പിച്ച് ആ കോൺഫിഡൻസോട് കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണർ ആണ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ. മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സിനനുസരിച്ചുള്ള ബിസിനസ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് മോഡേൺ ഓൺട്രപ്രണർ. ദെൻ വാട്ട് ഈസ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ? ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ രീതി ഫോളോ ചെയ്യുന്ന ആളെയാണ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അടുത്തതാണ് നോവിസ്. നോവിസ് ഈസ് സംവൺ ഹു ഹാസ് സ്റ്റാർട്ടഡ് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഓൺട്രപ്രണറിയൽ വെഞ്ചർ. ആദ്യമായിട്ടൊരു ഓൺട്രപ്രണറിയൽ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളെയാണ് നോവിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സീരിയൽ ഓൺട്രപ്രണർ.
ഒരുപാട് ബിസിനസ് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നയാളെയാണ് സീരിയൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗെയിനും ലാഭത്തിനും വേണ്ടിയിട്ടുള്ള ഓണ്ടർപ്രണർ ആണ് കൊമേഴ്ഷ്യൽ ഓണ്ടർപ്രണർ. സോഷ്യൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലാതെ സോഷ്യൽ വെൽഫെയർ, ആ പേരിൽ തന്നെയുണ്ട്, സോഷ്യൽ വെൽഫെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓണ്ടർപ്രണർ ആണ് സോഷ്യൽ ഓണ്ടർപ്രണർ. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓണ്ടർപ്രണർഷിപ്പ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ബൈ ബ്രിങ്ങിങ് ടുഗദർ യുണീക് പാക്കേജ് ഓഫ് റിസോഴ്സസ് ടു എക്സ്പ്ലോയിറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓണ്ടർപ്രണർഷിപ്പിന്റെ മീനിങ് ആണത്. ഇനി ഇൻട്രാപ്രണർ ആരാണ്? ഇറ്റ് റെഫേഴ്സ് ടു എൻ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് അണ്ടർടേക്കിംഗ് ഇന്നോവേഷൻ ഇൻ പ്രോഡക്റ്റ് സർവീസസ് പ്രോസസ്. അടുത്തത് വുമൺ ഓണ്ടർപ്രണർഷിപ്പ് പഠിച്ചു വെക്കുക. അടുത്തതാണ് മഹിളാ ഉദ്യാൻ നിധി, MUN. ഇറ്റ് ഈസ് എ സ്കീം ടു ഹെൽപ്പ് വുമൺ ഓണ്ടർപ്രണേഴ്സ്. സ്ത്രീകളായിട്ടുള്ള സംരംഭകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് മഹിളാ ഉദ്യാൻ നിധി. ദിസ് സ്കീം ഈസ് ഫോർ വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്, വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള. ഇറ്റ് പ്രൊവൈഡ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വുമൺ ഓണ്ടർപ്രണേഴ്സ്. സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കുന്ന ഒരു വുമൺ ഓണ്ടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സ്കീമാണ് മഹിളാ ഉദ്യാൻ നിധി അഥവാ MUN. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. MUN എന്ന് കേട്ടാൽ മഹിളാ ഉദ്യാൻ നിധിയാണ്. അതൊരു വുമൺ ഓണ്ടർപ്രണേഴ്സിനുള്ള സ്കീമാണ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്കീം ലക്ഷ്യം വെക്കുന്നത് വുമൺ എംപവർമെന്റ് ആണ്. ഈ ഒരു സ്കീം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വുമൺ ഓണ്ടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, EDP. എന്താണ് EDP? EDP ഈസ് എ പ്രോഗ്രാം വിച്ച് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ഓണ്ടർപ്രണോറിയൽ എബിലിറ്റീസ്. ഒരു വ്യക്തിയുടെ ഓണ്ടർപ്രണോറിയൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് EDP, ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ EDP ഈസ് എ പ്രോഗ്രാം, അതൊരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ഓണ്ടർപ്രണോറിയൽ എബിലിറ്റീസ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഓണ്ടർപ്രണോറിയൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്തതാണ് ട്രൈസം. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ സ്കിൽസ് ടു റൂറൽ യൂത്ത്. അതായത് ഗ്രാമീണ മേഖലയിലുള്ള യൂത്ത് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്കീമാണ് ട്രൈസം അഥവാ ട്രെയിനിങ് ഓഫ് റൂറൽ. T എന്ന് പറഞ്ഞ ട്രെയിനിങ്, R റൂറൽ, Y യൂത്ത്, S എന്താണ്? സെൽഫ്, E എംപ്ലോയ്മെന്റ്. ഓക്കെ, EM എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെന്റ് ആണ്. അപ്പോ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഇതെന്താണ് ചെയ്യുന്നത്? റൂറൽ യൂത്തിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് റൂറൽ വുമൺ ടു സ്റ്റാർട്ടപ്പ് ദെയർ ഓൺ മൈക്രോ എന്റർപ്രൈസസ്. റൂറൽ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് ഒരു മൈക്രോ എന്റർപ്രൈസ് ആരംഭിക്കാനുള്ള അതിനുള്ള ഹെൽപ്പും ട്രൈസം ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഷോർട്ട് ടേം ഫിനാൻസ്. എന്താണ് ഷോർട്ട് ടേം ഫിനാൻസ്? ഇറ്റ് റെഫേഴ്സ് ടു ഫണ്ട് റിക്വയർഡ് ടു മീറ്റ് കമ്മിറ്റ്മെന്റ് ഡ്യൂറിംഗ് ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ, ആ പേരിൽ തന്നെയുണ്ട് ഒരുപാട് ടേമുകൾ, അതിന്റെ ആൻസേഴ്സ് ആ പേരിൽ തന്നെയുണ്ട്. ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മീറ്റ് ചെയ്യേണ്ട ഫണ്ടിനെയാണ് ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മീറ്റ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അത് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇറ്റ് ഈസ് എ ഫണ്ട് മീറ്റ് ടു കമ്മിറ്റ്മെന്റ് ഡ്യൂറിംഗ് ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്, അത് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യുക. ഇനി മീഡിയം ടേം ഫിനാൻസ്, ഒരു ബിസിനസ്സിലെ മീഡിയം പീരീഡ് ഓഫ് ടൈമിൽ മീറ്റ് ചെയ്യേണ്ട ഫണ്ടാണ് മീഡിയം ടേം ഫിനാൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ഫണ്ട് റിക്വയർഡ് ടു മീറ്റ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. അതായത് ഒരു ബിസിനസിന്റെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മീഡിയം ടേം ഫണ്ട്. അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് കമ്മിറ്റ്മെന്റ് ഡ്യൂറിംഗ് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലുള്ള ആ ഒരു ഫണ്ടിന്റെ റിക്വയർമെന്റിനെയാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു പർച്ചേസ് ഫിക്സഡ് അസെറ്റ്സ്, എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ ബിസിനസ്,
ഒരു പുതിയ ബിസിനസ് തുടങ്ങാനും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനും ഒക്കെയാണ് ലോങ് ടേം ഫിനാൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3 രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫിനാൻസ് ചോദിക്കും. 3 രീതിയിലുള്ള ഫിനാൻസ് പഠിച്ചു. ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ആണ്, അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യാനാണ്. മീഡിയം ടേം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ടേം ആണ്, അതുപോലെ തന്നെ അത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. ലോങ് ടേം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ പീരീഡ് ആണ്, അത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയാണ്. അടുത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട്? വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ക്യാപിറ്റൽ റിക്വയർഡ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെൻസസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഡേ ടു ഡേ എക്സ്പെൻസസ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് ഫുൾഫിൽഡ് ത്രൂ ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും കിട്ടുന്ന ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ റിക്വയർഡ് ടു പർച്ചേസ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ലോഡുകൾ എടുത്തിട്ടോ ആയിരിക്കും ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ സപ്പോർട്ട് നമുക്ക് കിട്ടുക. അടുത്തതാണ് DIC അഥവാ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. 1978 ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മോൾ അല്ലെങ്കിൽ ടിനി കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് ടു പ്രൊവൈഡ് നെസസറി സർവീസസ് ടു ദം. അതായത് ആ DIC എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ആണ്. 1978 സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ടിനി ആയിട്ടുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് ആവശ്യമായിട്ടുള്ള നെസസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. അടുത്തതാണ് സിഡ്കോ അഥവാ സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ഓൺഡ് പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ഒരു പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ ആണ് ഈ സിഡ്കോ എന്ന് പറയുന്നത്. 1975 സിഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള. കേരളത്തിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റും പ്രൊമോഷനും ലക്ഷ്യം വെച്ചുകൊണ്ട് 1975 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓൺ പബ്ലിക് സെക്ടർ കോർപ്പറേഷൻ ആണ് സിഡ്കോ. അടുത്തതാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അഥവാ NSIC. 1995 സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇറ്റ് പ്രൊവൈഡ് മെഷീനറി ടു സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ് ആൻഡ് ടു അസിസ്റ്റ് യൂണിറ്റ്സ് ഇൻ ഒബ്റ്റെയിൻ ഓർഡേഴ്സ് ഫ്രം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസസ്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട. NSIC എന്ന് പറഞ്ഞാൽ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അത് 1995 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് ഹയർ പർച്ചേസ് ബേസിസിൽ മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണത്. അടുത്തതാണ് സിഡ്ബി അഥവാ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1990 ഏപ്രിൽ 2 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് സ്മോൾ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള പ്രൊമോഷനും ഫിനാൻസും ഡെവലപ്മെന്റുമാണ് കൊടുക്കുന്നത്. അടുത്തതാണ് KVIC അഥവാ ഖാദി വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ. 1956 പാർലമെന്റ് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനാണ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അടുത്തതാണ് SISI സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 1966 സിഡ്കോയുടെ ഒരു ഏജൻസി സർവീസ് ആയിട്ട് SISI എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് ആണ് അവരുടെ ഒബ്ജക്റ്റീവ്. അടുത്തതാണ് കിറ്റ്കോ, കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ആണ് കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ.
1972 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തതാണ് STEDP, സയൻസ് ആൻഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോജക്ട്. 1985 ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി പേഴ്സൺസിന് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എൻകറേജ് ചെയ്യുക എന്നതാണ്. അടുത്തതാണ് NEDB, നാഷണൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ബോർഡ്. 1983 ഇത് ഫോം ചെയ്തത്. ഇത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ ഒരു അപ്പെക്സ് ബോഡിയാണ്. അടുത്തതാണ് NAISBED, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് ആണ് NAISBED. ഇതൊരു അപ്പെക്സ് ബോഡിയാണ്. 1983 മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും യോജിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. അടുത്തതാണ് ടെക്നോ പാർക്ക്. ഇറ്റ് ഈസ് എ പ്ലാൻഡ് ഏരിയ അട്രാക്ട് ടെക്നോളജി ഫോക്കസ്ഡ് കമ്പനീസ്. ഒരുപാട് ടെക്നോളജി ഫോക്കസ്ഡ് കമ്പനീസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ടെക്നോ പാർക്ക് എന്ന്. ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാൻഡ് ഏരിയ ആണ് ദാറ്റ് അട്രാക്ട്സ് ടെക്നോളജി ഫോക്കസ്ഡ് കമ്പനീസ്. ടെക്നോളജി ഫോക്കസ് ചെയ്യുന്ന കമ്പനീസിന്റെ ഒരു ഏരിയയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്സിഡി. സബ്സിഡി ഇസ് എ സിംഗിൾ ലംസം മണി that given by government to an entrepreneurs to cover the cost. ഒരു ഓണ്ടർപ്രണേഴ്സിന് ഒരു ചെറിയൊരു ധനസഹായം എന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ലംസം, അതായത് ഒരു ചെറിയ ഒരു ലംസം മണീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ സബ്സിഡി ഒക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു പോവാറുണ്ട്. സബ്സിഡി ഇസ് എ സിംഗിൾ ലംസം മണി, അതൊരു സിംഗിൾ ലംസം മണിയാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഗവൺമെന്റ്, ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ടു ഓണ്ടർപ്രണർ ടു കവർ ദ കോസ്റ്റ്, ഓണ്ടർപ്രണേഴ്സിനാണ് കൊടുക്കുന്നത് അവരുടെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സബ്സിഡി എന്ന് പറഞ്ഞാൽ അതൊരു ലംസം മണിയാണ്, ഗവൺമെന്റ് ആണ് അത് കൊടുക്കുന്നത്, ഓണ്ടർപ്രണേഴ്സിനാണ് കൊടുക്കുന്നത്, കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അടുത്തതാണ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ടു ഇൻഡസ്ട്രീസ് ഫോർ ബൂസ്റ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ ഓൾ റീജിയൻസ് പെർട്ടിക്കുലർലി ഇൻ ബാക്ക്വാർഡ് ഏരിയാസ്. അതായത് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസെന്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നതിനെയാണ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബാക്ക്വാർഡ് ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്വാർഡ് റീജിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പർട്ടിക്കുലർലി ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് ആണ്. ആർക്കാണ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ബാക്ക്വാർഡ് ഏരിയയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അടുത്തതാണ് ബൗണ്ടി. ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോണസ്, അതൊരു ബോണസ് ആണ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് ആണ് അല്ലെ. ഒരു ചോക്ലേറ്റ് ഉണ്ട് ബൗണ്ടി എന്ന് പറഞ്ഞിട്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോണസ് ഓർ ഫിനാൻഷ്യൽ എയ്ഡ് ഗിവൺ ടു ആൻ ഇൻഡസ്ട്രീസ് ടു ഹെൽപ്പ് കംപ്ലീറ്റ് വിത്ത് അതർ യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ കൺട്രി. ഇപ്പൊ ബൗണ്ടി എന്ന് കേട്ടാൽ ബി എന്ന് ഓർത്താൽ മതി, ബോണസ് എന്ന് ഓർക്കുക. ഓർ ഫിനാൻഷ്യൽ എയ്ഡ് ഗിവൺ ടു ആൻ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രീസിന് കൊടുക്കുകയാണ്. അതായത് ആരാണത് കൊടുക്കുക? മറ്റ് ഇൻഡസ്ട്രീസ്, ആ ഒരു രാജ്യത്ത് തന്നെയുള്ള മറ്റ് ഇൻഡസ്ട്രീസ് വേറൊരു ഇൻഡസ്ട്രീസിന് ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ബോണസോ കൊടുക്കുന്നതാണ് ബൗണ്ടി. അടുത്തതാണ് MSME. MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. MSMEയുടെ ഫുൾ ഫോം ആണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ദർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സെക്ടർ ഫോർ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഈ MSME എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഇമ്മൻസ്ലി ടു ദ കൺട്രി സോഷ്യോ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിനെല്ലാം തന്നെ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ MSME എന്ന് പറഞ്ഞാൽ M മൈക്രോ, S സ്മോൾ, വീണ്ടും M മീഡിയം, E എന്റർപ്രൈസ്. ഇതൊരു ഇന്ത്യൻ എക്കണോമിയുടെ തന്നെ ഇമ്പോർട്ടന്റ് സെക്ടർ ആണ്. അത് ഇന്ത്യൻ എക്കണോമിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അടുത്തതാണ് മൈക്രോ എന്റർപ്രൈസ്. മൈക്രോ എന്റർപ്രൈസ് ഈസ് എ യൂണിറ്റ് വേർ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് അപ് ടു 1 crore ആൻഡ് ആനുവൽ ടേൺ ഓവർ ഈസ് ടു 5 crore. 1 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും വാർഷിക വരുമാനം 5 കോടിയുമുള്ള എന്റർപ്രൈസസിനെയാണ് മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയായിരിക്കണം, ആനുവൽ ടേൺ ഓവർ വാർഷിക വരുമാനം 5 കോടിയുമാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് മൈക്രോ എന്റർപ്രൈസ് എന്നാണ്.
അടുത്തതാണ് സ്മോൾ എന്റർപ്രൈസ്. സ്മോൾ എന്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10 crore ആയിരിക്കും, അവരുടെ ആനുവൽ ടേൺ ഓവർ 50 crore ആയിരിക്കും. അത്തരത്തിലുള്ള ആ ഒരു എന്റർപ്രൈസസിനെയാണ് നമ്മൾ സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 20 crore ആയിരിക്കും, അവരുടെ ടേൺ ഓവർ 100 crore ആയിരിക്കും. അപ്പൊ അത് മാറിപ്പോവരുത്. മൈക്രോ എന്റർപ്രൈസ്, സ്മോൾ എന്റർപ്രൈസ്, മീഡിയം, MSMEയുടെ ഓരോന്നും. MSME എന്തായിരുന്നു? MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് ഒരു ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയിലെ തന്നെ വലിയൊരു ഇമ്പോർട്ടന്റ് സെക്ടറാണ് MSME എന്ന് പറയുന്നത്. അതിൽ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയും അവരുടെ ആനുവൽ ടേൺ ഓവർ 5 കോടിയും. സ്മോൾ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 10 കോടി വരെയും അവരുടെ ടേൺ ഓവർ 50 കോടി വരെയും ആയിരിക്കും. മീഡിയം എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 20 കോടി വരെയും അവരുടെ ടേൺ ഓവർ 100 കോടി വരെയും ആയിരിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആൻസിലറി യൂണിറ്റ്സ്. ആൻസിലറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദോസ് യൂണിറ്റ്സ് വിച്ച് പ്രൊവൈഡ് ഇൻപുട്ട് ടു അതർ ഇൻഡസ്ട്രീസ്. മറ്റ് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുന്ന ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ യൂണിറ്റിനെയാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. These are engaged in the manufacture of parts, components and light engineering products. ഒരു പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്സോ കാര്യങ്ങളോ മറ്റ് ഇൻഡസ്ട്രീസിന് ഒരു ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ആൻസിലറി യൂണിറ്റ്സ് ആർ ദോസ് യൂണിറ്റ് വിച്ച് പ്രൊവൈഡ് ഇൻപുട്ട് ടു അതർ ഇൻഡസ്ട്രീസ്. അടുത്തതാണ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ്. These unit are those SSI unit which exports at least 30% of its annual production by the end of the 3rd year of commencement of production. എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് ഇങ്ങനെയൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് കൺസേൺ വിത്ത് എക്സ്പോർട്ടിനെ കൺസേൺ ചെയ്യുന്നു. അവര് അറ്റ്ലീസ്റ്റ് 30% ഓഫ് ഇറ്റ്സ് ആനുവൽ പ്രൊഡക്ഷൻ എൻഡ് ഓഫ് ദി ഇയർ കമൻസ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് അവരുടെ വർഷാവസാനം ഒരു 30% അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് CGT MSME, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME. ഈ ഒരു സ്കീം 2000 ഓഗസ്റ്റ് 30 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദിസ് സ്കീം ഈസ് ടു ഗിവ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ടു SME, MSME. MSMEക്കും SMEക്കും ഒക്കെ തന്നെ ലോൺ കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണിത്. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഇറ്റ് ഈസ് എ പ്ലേസ് വെർ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ മെയ്ഡ് അവൈലബിൾ ടു ഓണ്ടർപ്രണേഴ്സ്. ഓണ്ടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും, വാട്ടർ, റോഡ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ദീസ് പ്രൊവൈഡ് അക്കോമഡേഷൻ ടു വൈഡ് വെറൈറ്റി ആൻഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ദെൻ ഗ്രീൻ ചാനൽ എന്താണെന്നൊന്ന് നോക്കണം. പിന്നെ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ ടെമ്പററി ഫണ്ട് ദാറ്റ് ഹെൽപ്സ് എ ബിസിനസ് ടു കവർ ഇറ്റ്സ് കോസ്റ്റ് യൂണിറ്റ്. ഇപ്പൊ ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ് എന്താണെന്നൊന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ സീഡ് ക്യാപിറ്റൽ. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റോ ഇറക്കാനുള്ള ഒരു ഐഡിയ കൊടുക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഇനീഷ്യൽ മണി, അതിങ്ങനെ ഓർത്താൽ മതി. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മണിയാണ്. അടുത്തത് വെഞ്ചർ ക്യാപിറ്റൽ, അതൊന്ന് നോക്കി വെക്കുക. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ്. പിന്നെ ഏഞ്ചൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ നോക്കുക. ബിസിനസ് ഇൻക്യുബേറ്റർ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മാർജിൻ മണി സ്കീം, സിംഗിൾ വിൻഡോ സിസ്റ്റം, ഓണ്ടർപ്രണോറിയൽ എൻവയോൺമെന്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സിക്ക് യൂണിറ്റ് എന്താണ്? സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സിക്ക് ആയിട്ടുള്ള യൂണിറ്റ്, ഫിനാൻഷ്യലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ പെർഫോമൻസസ് നടത്തുന്നതാണ് സിക്ക് യൂണിറ്റ്. UAM എന്താണെന്ന് പഠിച്ചു വെക്കുക. ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടത്തെയാണ് UAM എന്ന് പറയുന്നത്. ദെൻ ഓണ്ടർപ്രണോറിയൽ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് പ്രോജക്റ്റ് ഐഡിയ, ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്ന് നോക്കണം. അതൊക്കെ നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് ചോദിച്ച് കാണാറുണ്ട്. ഫോറിൻ കൊളാബറേഷനും അതിന്റെ ഫോംസും, പിന്നെ EPCG. ദെൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്തത് നോക്കാം. പ്രോജക്റ്റ് എന്താണെന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പ്രൊജക്ട് പ്രൊഫൈൽ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
ഇറ്റ് ഈസ് എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് സമ്മറി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു ബിസിനസ് പ്രോജക്റ്റിന്റെ ഒരു ഓവർവ്യൂ, ഒരു ബ്രീഫ് ഓവർവ്യൂവിനെയാണ് പ്രോജക്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അടുത്തത് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രീഫ് ഔട്ട്ലൈൻ ഓർ സമ്മറി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈനെയാണ് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഇൻ ദി ഇനീഷ്യൽ ഫേസ് ഓഫ് പ്രോജക്ട് ലൈഫ് സൈക്കിൾ. ഒരു പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിന്റെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രോജക്റ്റിനെ അസസ് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രോജക്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിനേഷൻ നടത്തുന്നതാണ് പ്രോജക്റ്റ് അനാലിസിസ്. പ്രോജക്റ്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. ആ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ബിസിനസ് പ്രോജക്റ്റിന്റെ എല്ലാ ഇൻഫർമേഷനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റിനെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഓവറോൾ പിക്ചർ ഓഫ് ദി പ്രോജക്റ്റ്, പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ ഓവറോൾ പിക്ചർ ആണ് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ കിട്ടുന്നത്. ദെൻ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ്. ദെൻ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോജക്റ്റ്, ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രോജക്റ്റിനെയാണ്, മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റിനെയാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓടിച്ചു പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം ഓരോ മൊഡ്യൂളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് തരുന്നുണ്ട്, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ 2 മാർക്കിന് ചോദിക്കുമെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിവേ, സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. നല്ല രീതിക്ക് എല്ലാവരും എക്സാം കവർ ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.